ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 4ാമത്തെ സമൻസും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒഴിവാക്കിയേക്കും. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കേസിൽ ഇഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് സമൻസ് അയച്ചിരുന്നത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനൊപ്പം അരവിന്ദ് കെജ്രിവാൾ ഗോവയിൽ 3 ദിവസത്തെ പര്യടനത്തിനായി ഇന്ന് പോകുമെന്നാണ് ലഭിക്കുന്ന വിവരം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കെജ്രിവാളിന്റെ ഗോവ സന്ദർശനമെന്നാണ് കണക്കാക്കുന്നത്. നിയമപ്രകാരം ചെയ്യേണ്ടതെന്തും ചെയ്യും എന്നാണ് ഇഡിയുടെ 4ാമത്തെ സമൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. തന്നെ അറസ്റ്റ് ചെയ്യുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ അന്വേഷണ ഏജൻസി നൽകിയ സമൻസ് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് നേരത്തെ കെജ്രിവാൾ പറഞ്ഞിരുന്നു. നവംബർ 2-നും ഡിസംബർ 21-നും മുൻപ് 2 തവണ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകാൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു. 10 ദിവസത്തെ ധ്യാന ക്യാമ്പിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് ഹാജരാകാതിരുന്നത്. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് 2023 ജൂലൈയിൽ ഡൽഹി സർക്കാർ പിൻവലിച്ച മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇഡി നീക്കം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കെജ്രിവാളിന് ആദ്യ സമൻസ് അയച്ചത്. കേസുമായി ബന്ധപ്പെട്ട AAP മേധാവിയെ ഏപ്രിലിൽ CBI ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഏജൻസി പ്രതിയാക്കിയിരുന്നില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.